എന്തു സംഭവിക്കുമെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? മരണം അനിവാര്യവും അതോടൊപ്പം ഭ്രമിപ്പിക്കുന്നതുമാണെന്ന് ചിന്തിക്കുന്നവർ ഇതുകൂടി അറിയുക. നിങ്ങൾ മരിച്ചാലുടനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുമെന്നതാണ്. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനം സ്തംഭിക്കും. അതോടെ രക്തത്തിന്റെ ഓട്ടവും അവസാനിക്കും. നിങ്ങളുടെ ശരീരം കിടക്കുന്ന തറയുമായി ബന്ധപ്പെടുന്ന ശരീരഭാഗങ്ങളിൽ രക്തം തളം കെട്ടും. രക്തം കരുവാളിച്ച അവസ്ഥയിലാകും. രക്തമൊഴുക്ക് പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിൽ ഓക്സിജൻ കിട്ടാതെ ശരീരത്തിലെ കലകളും കോശങ്ങളും പരിണാമത്തിന് വിധേയമാകാതെ നിർജീവമാകും. കണ്ണുകൾ അനന്തവിഹായസിലേക്ക് പേശികൾ വിറങ്ങലിക്കുകയും പിന്നെ 2 മുതൽ 6 വരെ മണിക്കൂറിനുള്ളിൽ ദൃഢമാവുകയും ചെയ്യും. ശരീരത്തിന്റെ ഊഷ്മാവ് അന്തരീക്ഷ ഊഷ്മാവിലേക്ക് താഴും. തുടർന്ന് നിങ്ങളുടെ കുടലിൽ നിന്നും ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും ബാക്ടീരിയകൾ രക്തക്കുഴലിലേക്ക് കടക്കും. അതോടെ ശരീരം അഴുകുവാൻ തുടങ്ങും. ശരീരത്തിലെ സെല്ലുലാർ എൻസൈമുകൾ കോശങ്ങളെ നശിപ്പിക്കാൻ ആരംഭിക്കും. ഓട്ടോ ലൈസിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനൊക്കെ അതിൻ്റെതായ സമയമെടുക്കും. പല സാഹചര്യവും കാലാവസ്ഥയും അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം. ഇതൊക്കെ നമ്മുടെ ജീവിത വൃത്തത്തിന്റെ ഓരോ അനിവാര്യ ഘട്ടങ്ങളാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.